ലവ് അഫെയർസ് ഉള്ളവരോടൊക്കെ ഞാൻ അധികം നിങ്ങളത് റീതിങ്ക് ചെയ്യണം, സൂക്ഷിക്കണം എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ലവ് അഫെയർ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തലക്ക് പിടിക്കും. തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ 24 hours ഈ നമ്മുടെ പേ ബാധിച്ചതുപോലെ എപ്പോഴും ഈ മൊബൈലിൽ കണ്ടില്ലേ കേട്ടില്ലൊക്കെ ഉടനെ വിറവാദം വരും, പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഹിസ്റ്റീരിയ ടൈപ്പിലൊക്കെ പോകത്തില്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത റിലേഷൻസിലൊക്കെ പോയി ഈ പ്രാർത്ഥനാ കാലത്ത് പ്രത്യേകിച്ച് കുടുങ്ങരുത്. നിങ്ങൾ കുടുങ്ങി ഇതുപോലെ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം ആ വ്യക്തിക്കായിരിക്കും പ്രാധാന്യം, ദൈവത്തിനല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഒരു അഫെയർ ഉണ്ടായെന്ന് വിചാരിച്ചോ, അപ്പം അയാൾ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ഫോൺ വിളിക്കണില്ല, പിന്നെ നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്തിരിക്കണത് അവർ ഫോൺ വിളിക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് ഇങ്ങനെ ഫോൺ വിളിക്കാത്തത്? ഇനി വേറെ വല്ല കമ്പനിയിലും അവർ പെട്ട് കാണുക, എന്നെ ഉപേക്ഷിച്ച് കാണുക. അപ്പം അവർ ചിലപ്പോൾ നിന്നെ സാഡിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നീ അവിടെ ചെന്ന് വഴങ്ങി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ അടക്കുമുറയുടെ ഭാഗമായിട്ട് വരുന്ന ഒതുക്ക് പരിപാടി ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കാത്തത്. ഇതുപോലുള്ള തട്ടുപിടുത്തവും തരികിട പരിപാടികളൊക്കെ കൊണ്ട് ജീവിതം തീർന്ന് ഇതല്ലേ വിളിക്കുമ്പോൾ ഒരു ആശ്വാസം, പിന്നെയും വിളിക്കാം, പിന്നെ ഇങ്ങനെയുള്ള കളികളൊക്കെ കേട്ട് ഇങ്ങനെ ജീവിതം പോകും. അപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച ഉടമ്പടിക്കാലത്ത് പ്രത്യേകിച്ച് ബയലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ഇപ്പം നമ്മൾ മറ്റ് ധ്യാനകേന്ദ്രങ്ങളെ പോലെ ഞാനിങ്ങനെ ധ്യാനത്തിൻ്റെ സ്റ്റൈലിലല്ല പറയണത്, നമ്മളൊരു വർത്തമാന സ്റ്റൈലിലല്ലേ പറയണത്. അതിൻ്റെ കാരണം എന്ന് പറയണത് ഇതൊരു ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല, ഇത് ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഷയത്തിന് പ്രാധാന്യം കൊടുത്താൽ ഭയങ്കര ഉറുമ്പ് നിരക്കണ പോലെ ഈ നിരക്കത്തുള്ളൂ, 1, 2, 3 എന്നൊക്കെ പറയും. പക്ഷെ ദൈവത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വഴികളും ഇപ്പം തന്നെ ഇവൻ്റെ ഒന്നാമത്തേൽ ഭയങ്കര ഈ ഫെയ്ത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആകാശിന് കൂടുതലാണ്. ആകാശിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശിൻ്റെ കയ്യിലൊരു മുഴയുണ്ട്. അപ്പം അത് കീറിക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറയും, എടാ അത് കീറിയ ആശുപത്രി കിടക്കേണ്ടി വരും, ഇനി വേറെ വല്ല കുന്ത്രാണ്ടമാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അമ്മയും മകനുമായിട്ട് അവരുടെ വീട്ടിലെ സംസാരമാണ്. അവൻ്റെ കയ്യിലൊരു മുഴയുണ്ട്. ഇപ്പം അത് കീറണമെന്ന് അവനൊരു മകനേ ഉള്ളു. അത് കീറുമ്പോൾ ഇവൻ്റെ ശരീരത്തെ ഇങ്ങനെ ബ്ലേഡൊക്കെ അത്യാവശ്യം വെച്ച് അമ്മക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്കത് അതിൻ്റെ ഫീലിങ്ങൊക്കെ മനസ്സിലാകും. ഒരു മക്കളുള്ള അമ്മമാരെന്ന് വെച്ചാൽ അവർ ഉൾക്കൊള്ളത്തിലാവുന്നു. അപ്പം അതുകൊണ്ട് അമ്മ പറയും കത്തിവെക്കാൻ പറ്റത്തില്ല എന്ന് പറയും. നീ പറയും നീ കത്തി വെച്ചില്ലേ പിന്നെ എന്തു ചെയ്യും, വേദന ഉണ്ട് താനും. അതുകൊണ്ട് നീ അമ്മയുടെ ഉടമ്പടി തൈലം ഇടാൻ പറയും, തൈലം തേക്കാൻ പറയും. അപ്പോൾ ഈ അമ്മയും മകനുമായിട്ടുള്ള അമ്മയുടെ ഫെയ്ത്ത് ഇവന് കിട്ടണത്. ഇവരെന്നാ ചെയ്ത് കഴിഞ്ഞാൽ കത്തി വെച്ചാലും ആശുപത്രി പോയി കിടക്കണ്ടേ, അതിനുള്ള കാശ് മുടക്കാനുള്ള കാശും ഇല്ല. അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ട് ഇവൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം തേക്കും. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കറിയാമല്ലോ, ഈ ഉടമ്പടി തൈലമൊക്കെ തേക്കുമ്പോൾ ചില ആൾക്കാർ വെളിച്ചെണ്ണ കുളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തലയെടുക്കും. ചില ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്ക് ഉടമ്പടി തൈലം ഏതാണ്, വെളിച്ചെണ്ണയാണ് അവർക്ക് പരിചയമുള്ളത്. അതുകൊണ്ട് വെളിച്ചെണ്ണ കയ്യിലെടുത്ത് തേച്ചിട്ട് തലത്തേക്കണ പോലെ ഈ ഉടമ്പടി തൈലം ഫെയ്ത്ത് ആപ്ലിക്കേഷൻസാണ്. തമ്മിൽ തിരിച്ചറിയണം നിങ്ങൾ. ചില ആൾക്കാർക്ക് ഉടമ്പടി തൈലത്തിന് അനുഭവമില്ലല്ല, അത് ഈ വെളിച്ചെണ്ണ പോലെ ഉപയോഗിച്ചിട്ടാണ്. അതെപ്പോഴും തന്നെ അതിന് നിങ്ങൾ തിരിച്ചറിയണം. ഉടമ്പടി തൈലം ഫെയ്ത്ത് ആപ്ലിക്കേഷൻസ് പറയും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് സഭയിലുള്ളതാണേ തൈല ആപ്ലിക്കേഷൻസ്. അതായത് നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരു സാധനവും ഇല്ല. ഇപ്പോൾ നമ്മളത് അപ്പോഴും നമുക്ക് മനസ്സിൽ ഒരു പ്രഖ്യാപനമാണത്. വിശ്വാസത്തിന് പ്രശ്നം, വിശ്വാസം ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരു പ്രാർത്ഥന വഴി നമുക്ക് ആക്ടിവേറ്റ് ആകാൻ പറ്റും, പിന്നെ പ്രഖ്യാപനം വഴി ആക്ടിവേറ്റ് ആകാൻ പറ്റും ഫെയ്ത്തിനെ.
പിന്നെ പ്രയോഗമുണ്ട്, പിന്നെ പ്രവചനമുണ്ട്. അങ്ങനെ വിശ്വാസം മൂന്നാല് നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് പ്രാർത്ഥനയല്ലേ മാത്രമല്ലേ ഉള്ളൂ. അതാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരണത്. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്താലും നിങ്ങൾ മാക്സിമം ടൈം എന്ത് ചെയ്യും, അതിൽ നിന്ന് പ്രാർത്ഥിക്കുമോ, ഈ ഒരിത്തിരി പ്രാർത്ഥനയല്ലേ ഉള്ളെന്ന് പറയും. എന്താണ്ട് ഒരു ഉടമ്പടി ഇത്തിരി പ്രാർത്ഥനയല്ലേ ഉള്ളു, ഒരു പ്രത്യക്ഷയുടെ പ്രാർത്ഥന. അതാണ് എൻ്റെ ക്രക്സ്. എൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ അതാണ്, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ഓൺ ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണം സഭ പഠിക്കാൻ വേണ്ടിയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനല്ലേ. പ്രശ്നം അതല്ല, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം. ഈ ഫാത്തിമയിലും ലൂർദിലും വേളാങ്കണ്ണിലും ഒന്നും സന്ദേശം ഇത്രയില്ല. മജ്ജിക്കോറയെപ്പോലെ ഇത്രയും സന്ദേശമില്ല. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. കാര്യം ഒന്നാമത്തെ കളർ ഭയങ്കര പെശക് കളറാണ്, അന്ത്യകാലത്തിൻ്റെ കളറാണ്. പിന്നെ സമയഘടികാരം നെഞ്ചിൽ ചേർത്തിരിക്കണേ, സമയത്തിനെ കാണിക്കുന്നത് വളരെ 11 മണിക്കൂറിലേക്ക് ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ എന്ന് പറയുന്നു. 10:08 സൂചി കാണിക്കുന്നു. അപ്പം ഈ അവസാന കാലഘട്ടങ്ങളിലേക്ക് ജീവിക്കുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോണത്. അപ്പോൾ വരുന്ന ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സന്ദേശത്തെ കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അല്ലാതെ നിങ്ങളിങ്ങനെ എടുത്ത് രാവിലെ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയെന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ചെല്ലിപ്പിടിക്കും. എന്താണെന്ന് അവർക്കറിയാൻ പാടില്ല, ചിലവർക്കറിയാൻ പാടില്ല. അവിടെ എഴുതി കിടക്കണ വായിക്കുക, എന്താണ് പ്രത്യക്ഷീകരണം, ആരാണ് ആ പോയി, എന്താ ഒന്നും അറിയാൻ വെറുതെ കാഴ്ച വിടുകയാണ്. അതല്ല, അത് ഓൺ ചെയ്യണം. പ്രത്യക്ഷീകരണം ദൈവം ചെയ്ത കാര്യമില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നത് അപ്പായോട് പറഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പായും ഈശോയും തമ്മിലുള്ള ഡിസ്കഷൻ്റെ വെളിച്ചത്തിലാണ് ഈ കൃപാസനത്തിൽ ഈ പ്രത്യക്ഷീകരണം നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വരേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടുള്ള സംഭവം, ആരുടെയെങ്കിലും ഇങ്ങനെ പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാലിനെ കാല് സുഖപ്പെടുന്നു, അങ്ങനെയുള്ള സിമ്പിളല്ല വിഷയം. അല്ലെങ്കിൽ ജപമാല കൊടുക്കുന്നു, അല്ലെങ്കിൽ അമലോത്ഭവമാണെന്ന് പറയുന്നു, അതുപോലെ ഒരു സിമ്പിൾ വിഷയമല്ല ഇത്. ഇത് ലോകത്തെ മുഴുവനും ബാധിക്കുന്നൊരു വിഷയമാണ്, ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പം നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥനയിൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ച പ്രകൃതിയെ മാതാവിനെ ഏൽപ്പിക്കാൻ പറയേണ്ട കാര്യം അതാണ്. അത് പോപ്പ് ചെയ്യേണ്ട കാര്യമാണ്. പ്രപഞ്ച പ്രകൃതിയെ, അല്ലാതെ നിങ്ങളെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പേരിൽ പുതിയ കാശ് അടിച്ചിറക്കാനല്ല. അതിൻ്റെ അതുകൊണ്ട് ജനങ്ങളെ പ്രാർത്ഥിച്ച് അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല ഉദ്ദേശം. ഈ പ്രപഞ്ച പ്രകൃതിയെ മുഴുവനും ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയ്ക്ക് സഭ പ്രതിഷ്ഠിക്കണം. കാര്യം ഈ സഭ പ്രതിഷ്ഠിക്കുന്നതോടു കൂടിയാണ് മാതാവിനെ ഇപ്പം ഇതാ നിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനും മനുഷ്യനോട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ഇതാ നിൻ്റെ മകനെന്ന് പറയുന്ന ആ കുരിശിലെ അവസാന വചനങ്ങളിലുണ്ട്. ഈ അമ്മയ്ക്കാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് എന്താണ്, ഈശോ കുരിശിൽ നിന്ന് രക്തപങ്കലിനായി നിൽക്കുന്ന സമയത്ത്, മരണശ്വാസം വലിക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അവസാന നിമിഷം പറയണത്. ഇപ്പം നമ്മുടെ അപ്പന്മാർ മരിക്കാന്നായാലും അമ്മമാർ മരിക്കാന്നായാലും മരിക്കാൻ നേരത്ത് പറയണ വിഷയങ്ങൾ പറയണമെങ്കിൽ എന്താണ്, നിങ്ങൾ അടുക്കളയിൽ റമ്പത്ത് കിടക്കണ വിറക് വാരി മഴ വരാൻ പോണെന്നൊക്കെയാണ് പറയണത്. അമ്മ മരിക്കാൻ പോവുകയാണ്. അപ്പം അമ്മക്ക് എന്തോ പറയാറുണ്ട്, മക്കളെല്ലാം വിളിക്കുന്നുണ്ട്. അപ്പം അമ്മ ചെല്ലുമ്പോൾ മക്കളെ മഴ വരാൻ പോണ വിറക് വാരി ചാർത്തിലിട്ടേക്കാൻ പറ. അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ ഓരോ മരിക്കാൻ നേരത്ത് പറയുവാ ഇല്ല. വളരെ സീരിയസ് കാര്യങ്ങളെ മരിക്കാൻ നേരത്തെ പറയത്തുള്ളൂ. അതാണ് പറയണത്. എന്താണ്, ഇതാ നിൻ്റെ മകൻ. മനുഷ്യരാശിയെ അമ്മയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം മനുഷ്യരാശിയെ അമ്മയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ മനുഷ്യനും
അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജീവജാലങ്ങളും വെജിറ്റേഷൻ മുഴുവനും പ്രകൃതിയും എല്ലാം അമ്മയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് പ്രപഞ്ച പ്രകൃതിയുടെ മാതാവെന്ന് പറയണത്. മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ് യോഹന്നാനിലൂടെ. നമ്മളത് നമ്മൾ പറയണത് വിശ്വാസിയെ ഏൽപ്പിച്ചു, ശിഷ്യനെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറയണത്. പക്ഷേ സത്യം എന്താണ്? അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യനും മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇനി അമ്മയാണ് നോക്കേണ്ടത്. അപ്പം തന്നെ ഇവർ ഭൂസ്വലോക രാജ്ഞിയായി മകൻ മുടി ധരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം അമ്മയുടെ രാജ്യത്തെ തിരുനാളാണ്. കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഒരു ഫലമെന്ന് പറയണത് അമ്മയുടെ രാജ്ഞി പദമാണ്. എല്ലാം അമ്മയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. എൻ്റെ പേര് പൂജ മോഹൻ, തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 8/6/2024. ഉടമ്പടി എടുത്തു എന്നല്ല, അമ്മ മാതാവിനെ എങ്ങനെ എനിക്ക് പരിചയം, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് പരിചയം എന്ന് പറഞ്ഞാൽ എനിക്ക് പത്രം വഴിയോ ആരും അത് മെസ്സേജ് വഴിയോ ഒന്നുമല്ല എനിക്ക് അമ്മ മാതാവിനെ അറിയാവുന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഫേസ്ബുക്കിലൂടെ മാതാവിൻ്റെ കുറേ ഫോട്ടോസ്, അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ സാക്ഷ്യങ്ങൾ. അപ്പം എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, ഇവിടുത്തെ എങ്ങനെയാണ്, ഉടമ്പടി എന്താണ്, ഇങ്ങനെ. അപ്പം എനിക്കൊരാഗ്രഹം ഇവിടെ വരണമെന്ന്, വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ വരും, വീട്ടിലെങ്ങനെ ഞാൻ പറയും, അവരെങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ. അപ്പം എന്നിട്ടും ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം മൊത്തം കാണും, എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെ ഇവിടെ എത്തും? യൂട്യൂബിൽ സെർച്ച് ചെയ്തു, കലവൂരെത്തിയിട്ട് ബസ്സിൽ വരണം. അപ്പം ഞാൻ എല്ലാ ലൊക്കേഷനും എല്ലാം മനസ്സിൽ വെച്ചു, എപ്പോഴെങ്കിലും എന്തെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാമല്ലോ, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇരുന്നു. അപ്പോഴത്തേനും എൻ്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ ടീച്ചർ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്, രേഷ്മ എന്നാണ് പേര്. അപ്പം പറയും, ചേച്ചി നമുക്കൊരു ദിവസം പോവാം, ഒരുമിച്ച് പോകാം, എൻ്റെ അമ്മയും കൂടെ വിളിക്കാം, നമുക്ക് പോയിട്ട് മാതാവിനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ശരി, അങ്ങനെ ആവാം. ഞാൻ വീട്ടിലെന്നിങ്ങനെ പറയും, അച്ഛനോടങ്ങനെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് കാണണം. ഒന്നും പറഞ്ഞില്ല, പൊയ്ക്കോ. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 3:30 ബസ് ട്രെയിനിന്, ഏറനാട് എക്സ്പ്രസ്സിന് ഞങ്ങൾ വന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 23 രൂപ കൊടുത്ത് ബസ്സിൽ കയറി കലവൂരിറങ്ങി, 30 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിൽ വന്നു ഇറങ്ങി. ഉടമ്പടി എടുക്കണം എന്താണെന്നൊന്നും അറിയില്ല, നേരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു, നേരെ അവിടെയാണ് പുതിയ ഉടമ്പടി എടുക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ തിരക്കുമില്ല, ഞങ്ങളെ കൊണ്ട് ടിക്കറ്റും എടുപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതായിരിക്കും നിയോഗം, എടുക്കാം, ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇരുന്നു. അപ്പം അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുകയായിരുന്നു, വിശുദ്ധ കുർബാന. അപ്പോഴത്തേനും അച്ഛനെ ടി വിയിൽ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. മമ്മൂട്ടിയെ മോഹൻലാലിനെയും കണ്ടതുപോലൊരു സന്തോഷമായിരുന്നു മുഖത്ത്, അച്ഛൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ. കുറേ നേരം അവിടെ നിന്നു, അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കണ്ടു, സന്തോഷം. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥനയുണ്ട്, ഞാൻ 9:30 ഉടമ്പടിക്ക് കയറും, ഞാൻ പ്രാർത്ഥിക്കും, എഴുതും, എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആ കുട്ടിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി എടുക്കാൻ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്ലാസ് ഒന്നും അധികം മനസ്സിലാവില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം കേട്ടു. ഉടമ്പടി ഇങ്ങനെയാണ്, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ 90 ദിവസം നന്നായിട്ട് കൊണ്ടുപോകണം, എല്ലാം കേട്ട് കഴിഞ്ഞു. അവിടെ നിന്നിട്ട് പറഞ്ഞു, 6 നിയോഗം വയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ 6 നിയോഗം വയ്ക്കുക. എന്ത് വയ്ക്കും? ആദ്യത്തെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, അമ്മ മാതാവേ, ഒരിക്കലും നീ എന്നെ വിട്ട് പിണങ്ങി പിരിഞ്ഞു പോകരുതേ എന്ന്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആദ്യത്തെ ഒരു നിയോഗം ഞാൻ അതാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെക്കേണ്ടി വന്നതുകൊണ്ട് 4-5 പ്രാവശ്യം വെച്ചു. അപ്പോൾ അവിടുത്തെ ആ സാറ് പറഞ്ഞു, ഒരു നിയോഗം അമ്മ മാതാവിന് വേണ്ടി വെക്കണമെന്ന്. ഞാനത് ആദ്യമേ വെച്ചു. 1ാമത്തെ നിയോഗമായിട്ട് വെച്ചു, എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്, എന്നോട് പിണങ്ങി പോകരുത് എന്നുള്ള കാര്യം.
അതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കാര്യം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയില്ല, എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ലൂക്ക 18:1 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുതന്നെയാണ്, ദൈവത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇനി എൻ്റെ നിയോഗം, ഒന്നാമത്തെ നിയോഗം, 8 വർഷം കൊണ്ട് വീടിൻ്റെ 2 പ്രമാണം ജപ്തിയിൽ വെച്ചൊക്കെയാണ്. അപ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്തിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ജപ്തി ഒഴിവാക്കി തരണേന്ന് പ്രാർത്ഥിച്ച് വെക്കാം. അങ്ങനെയാണ് ഞാൻ നിയോഗം എഴുതിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് അച്ഛനെ കണ്ടത് ബ്ലെസ്സിങ് വാങ്ങിച്ച് പോയാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു പ്രമാണം ക്ലിയറായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന്. പിന്നെ പോയി എല്ലാ മാസവും വരും കേട്ടോ. ആരെങ്കിലും വിളിച്ച് എങ്ങനെയെങ്കിലും ആണെങ്കിലും ഞാൻ ഇവിടെ എത്തും. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടെത്തിക്കും. പത്രം വാങ്ങിച്ച് പോവും. രാത്രിയാവും എത്തും. എന്നാലും ആരെങ്കിലും വരും, കൂടെ ആരെങ്കിലും കാണും. അങ്ങനെ വന്നു. 2ാമത്തെ പ്രാവശ്യം പ്രമാണം കൊണ്ടുവന്നു. അവിടെ ചെന്ന് എഴുതി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു എവിടെയാണോ ജപ്തി ഉള്ളത് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ചെയ്തു. ചെന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ജപ്തി മാറ്റാനല്ലല്ലോ പറയേണ്ടത്, ജപ്തി മാറ്റി വസ്തു വിൽക്കാൻ വേണ്ടിയല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞില്ല, ഞാൻ ജപ്തി മാറ്റി തരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഉടമ്പടി ഇതെടുത്തോണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ വന്ന് 3 ലക്ഷം രൂപ കൊടുത്ത് ജപ്തി മാറ്റി. അതാണ് പറഞ്ഞത്. എഴുതുമ്പം നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ക്ലിയറായിട്ട് അമ്മ മാതാവിന് മനസ്സിലാകുന്ന രീതിയിൽ വെക്കണം. ജപ്തി മാറ്റി തന്നിട്ട് എനിക്ക് 8 വർഷമായി ജപ്തി മാറ്റി ക്ലിയർ ചെയ്ത് തന്നിട്ട് ഈ ഒക്ടോബർ 18-ാം തീയതി ആ ഒരു വസ്തു വിറ്റ് മറ്റേ വസ്തുവിൻ്റെ പ്രമാണം എടുത്ത് എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ആര് സാധിച്ചെന്ന്? അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് സാധിച്ചത്, വേറെ ആരുമല്ല. എനിക്കിവിടെ നിന്ന് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. സത്യമായ കാര്യമാണ്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യം. വിശ്വസിച്ച അമ്മ മാതാവ് കൂടെ ഇറങ്ങി വരും. അത് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് 30 വർഷമായി. 30 വർഷത്തിലെ വീടിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിച്ച ആളുടെ പേരിൽ തന്നെയായിരുന്നു. അമ്മയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് നോക്കിയിട്ട് ഒന്നും നടന്നില്ല. എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, കോർപ്പറേഷനിൽ കയറി ഇറങ്ങി, ഒന്നും ആയില്ല. അവസാനം പുതിയ പ്ലാൻ വരച്ച് ഇത് എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. അവർ വന്നു, എൻജിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആൾക്കാർ വന്ന് വീട് നോക്കിയപ്പം പറഞ്ഞു എല്ലാം ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. മാതാവിൻ്റെ ഇടപെടൽ മൂലം ഒരു പുതിയ എൻജിനീയർ വന്നു. ഞങ്ങൾ സൈറ്റ് കണ്ടു, എല്ലാം ക്ലിയറാക്കി ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി ഞങ്ങൾക്ക് ആ രേഖ പുതുതായിട്ട് തന്നു. അതുകൊണ്ട് അത് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതിന് കോടാനുകോടി അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഉപ്പ്, പരിശുദ്ധ ഉപ്പ്, അത് എൻ്റെ അച്ഛൻ കൂടെ വന്നിട്ടില്ല. അച്ഛനൊരു ദിവസം ജോലിക്കിടയിൽ തലയിറങ്ങി വീണു. അപ്പോഴത്തേനും വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ചെല്ലണം എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ സീറ്റ് എടുത്തിട്ടൊക്കെ ഉണർന്നിട്ടില്ല, തട്ടി വിളിച്ചിട്ട് ഉണർന്നിട്ടില്ല. അച്ഛൻ വരും, അച്ഛൻ്റെ കൂടെ വന്നെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴും ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉപ്പും തൈലവും ഒക്കെ കയ്യിൽ കൂടെ ഉണ്ടാവും. അച്ഛന് ഉപ്പ് കൊടുത്തു. സത്യം പറയട്ടെ, ഉപ്പ് കൊടുത്ത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഉപ്പ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല, എൻ്റെ കൂടെ എണീറ്റ് വന്നു. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസത്തോടു കൂടി അത് മുന്നോട്ട് ഇറങ്ങി നമ്മൾ അമ്മ മാതാവിനെ പ്രാവശ്യം അമ്മ കൂടെ വരും. ഞാൻ എന്ത് കാര്യവും അമ്മയോടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ എന്നും ജപമാല ചൊല്ലും. അമ്മയും ഞാനും മോനും ഒക്കെ കൂടെ ഇരുന്ന് അവനെ അറിയില്ല എങ്കിലും കൂടെ വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓരോ ദിവസമുള്ള കാര്യങ്ങൾ ചെന്ന് പറയുമ്പോഴേ മാതാവ് ചെവി പൊത്തും. കാരണം വന്ന് അടുത്ത പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് വരുവാണ്, അടുത്ത പരാതി പറയാൻ വരികയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 38 വർഷം കൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇത് അറിഞ്ഞില്ല, ഇവിടെ എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ അത്രയ്ക്ക് അത് അനുഭവിക്കണമായിരുന്നിട്ടുണ്ടാവും. കാര്യം ഇവിടെ വന്നപ്പോഴത്തേനും എൻ്റെ പകുതി എല്ലാം എനിക്ക് മാതാവ് മാറ്റിത്തന്നു. ഇനിയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുന്നിൽ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് അമ്മ മാതാവ് ഇല്ലാതെ പറ്റൂല. അതങ്ങനെ ആയിപ്പോയി. അമ്മ മാതാവ് കൂടെ വേണം. എന്ത് കാര്യത്തിനും ഏതിനും മാതാവേന്ന് വിളിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അമ്മ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നോട് പിണങ്ങി പോകരുതേ എന്നാണ് ഞാൻ ഈ അവസാനം വരെയും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസം വന്ന് പത്രം വാങ്ങിക്കുമല്ലോ. പത്രം എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. കടകളിൽ, ബസ് സ്റ്റാൻഡിൽ, എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. ചിലവർ പത്രം വാങ്ങിക്കില്ല. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹസ്ബൻഡ് പറയും അടുത്ത ആൾക്ക് കൊടുക്കാം.
അപ്പോൾ അടുത്ത ആളടുത്ത് കാര്യം പറഞ്ഞിട്ട് കൊടുക്കും, വാങ്ങിക്കുന്നവരുണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോവും. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ പത്രം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കും, ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കാം. പക്ഷേ ഹോസ്പിറ്റലാകുമ്പോൾ പൊതിച്ചോറ് കൊടുക്കാൻ ചില സിസ്റ്റേഴ്സ് സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും, എന്നിട്ട് ഞാൻ ക്യാഷ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറുകൾക്കൊക്കെ കൊടുക്കും, അവർ വന്ന് വാങ്ങിക്കും. പിന്നെ ഇതിന് ഉടമ്പടിക്ക് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പ്രാർത്ഥന എങ്ങനെയാണെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിനും അമ്മ മാതാവേ എന്ന് വിളിക്കാതെ ഞാൻ ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങില്ല. എനിക്ക് വിളിച്ച വിളി കേൾക്കും, അത്രയ്ക്കാണ്. നമുക്ക് എന്ത് വിഷമമുണ്ടോ നമ്മളൊന്ന് വിളിച്ചാൽ മാത്രം മതി. എന്ത് കാര്യങ്ങൾ ഇവിടെ ഗൾഫിൽ പോകാനാണെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സാവാനാണെങ്കിലും ജർമ്മനി പോകാനാണെങ്കിലും എന്തിനും നിങ്ങൾ വിശ്വസ്തയോടുകൂടി ഇറക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എല്ലാം സർവ്വമായിട്ട് അമ്മ മാതാവ് തരും. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോനാഥനും പരിശുദ്ധ അമ്മ ആൾത്താരി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരി സാക്ഷ്യം പറയുവാൻ എനിക്ക് അനുഗ്രഹം തന്നതിനോർത്ത് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബേബി, ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു, സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്നും. ഇതെൻ്റെ മൂത്ത മകൾ റോസ്മേരി, രണ്ടാമത്തെ മകൾ ആൻമരിയ. ഞാൻ 2022 ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ വീട്ടിൽ വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. 18 വർഷത്തോളം ഞാൻ ഒരു കേസിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടി രണ്ടാമത്തെ പുതുക്കൽ വന്ന് പുതുക്കലിന് ശേഷം ഞാൻ മാതാവിനോട് വെച്ചിരുന്നു ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കേസ് അവസാനിക്കാനായിട്ട് മാതാവ് ഇടപെടണമെന്ന്. സിവിൽ കോടതി മുതൽ ഹൈക്കോടതി വരെ ഞാൻ പോകേണ്ടി വന്നു. എൻ്റെ സ്ഥലത്തിൽ നിന്നും അടുത്ത വീട്ടുകാർക്ക് വീടിൻ്റെ മുൻവശം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു കേസ്. അങ്ങനെ 18 വർഷം ഞാൻ ഓരോ രാത്രിയും ഈ കേസ് വരുമ്പോൾ കഴിച്ചു കൂട്ടിയ മാനസിക വിഷമങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട് വഹിച്ചു കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഞാൻ ഹൈക്കോടതിൻ്റെ അളവ് വന്നു. ഞാൻ വെളുപ്പിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 5:30 മണിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചു. ഈ ഉപ്പ് അളക്കുന്ന ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ മുറ്റത്ത് ഇട്ടു. ഇതിൽ നിന്നും 1 ഇഞ്ച് പോലും സ്ഥലം പോവാതെ പരിശുദ്ധ അമ്മ അളക്കണം. എനിക്ക് കോടതിയിൽ നിന്നല്ല അളക്കേണ്ടത്, എൻ്റെ സ്ഥലം നഷ്ടപ്പെടാൻ പാടില്ല. അമ്മ മാതാവാണ് ഇവിടെ പ്രത്യക്ഷപ്പെടേണ്ടത്. ഇത് മറ്റുള്ള ജനങ്ങൾ അറിയണം. എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കേസായിരുന്നത്. അങ്ങനെ അളവ് വന്നു. 11 മണി നേരത്ത് ഞാൻ അത്ര സമയം വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അളവ് വന്നപ്പോൾ ഞാൻ എവിടെയാണ് ഉപ്പിട്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ 1 ഇഞ്ച് പോലും നഷ്ടപ്പെടാതെയാണ് ഹൈക്കോടതിയിലെ ആൾക്കാർ അളന്ന് കുറ്റിവച്ചത്. അവിടെ കണ്ടു നിന്നവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. 5 പ്രാവശ്യം കോടതികളിൽ നിന്ന് അളന്നപ്പോഴും ആ സ്ഥലമല്ല കാണിച്ചത്. ഇന്ന് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് എൻ്റെ എതിർകക്ഷി അതിൽ ബാധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതോടുകൂടി എൻ്റെ കേസ് അവസാനിക്കുകയും എൻ്റെ സ്ഥലത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും നഷ്ടപ്പെടാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചില്ല. ഇത് അമ്മയുടെ 18 വർഷം നീണ്ടു നിന്ന കേസ് രണ്ടാമത്തെ പുതുക്കലോടുകൂടി എനിക്ക് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ് ഇത് ഇടപെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പരമാവധി ജനങ്ങളോട് ഈ സത്യം ഞാൻ തുറന്നു പറയാറുണ്ട്. അതിലെന്നെ എല്ലാവരും വിശ്വസിക്കുന്നു. ഈ അത്ഭുതം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ പെരപണി തുടങ്ങിയിട്ട് പെരപണിയൊക്കെ ഒരുവിധമായെങ്കിലും അവൾക്ക് താമസിക്കാനുള്ള തടസ്സങ്ങൾ വന്നിരുന്നു. അപ്പോൾ താമസിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഇവിടെ ഉടമ്പടിയിൽ വെച്ചു. 2024 ഏപ്രിൽ 30 ഈ പുരയിൽ കയറി താമസിക്കാൻ മാതാവ് അനുഗ്രഹം കൊടുക്കണമെന്ന്. 2024 ഏപ്രിൽ 29 എല്ലാ പണികളും ഭംഗിയായി കഴിഞ്ഞ് പൂർത്തിയാകാനുള്ള എല്ലാ അനുഗ്രഹവും പരിശുദ്ധ അമ്മ മാതാവ് തന്നിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ മകൾ കാനഡയിലാണ്. എൻജിനീയറിംഗ് കഴിഞ്ഞ് 2 കൊല്ലത്തെ കോഴ്സ് എടുക്കാൻ പോയിരുന്നു. 2 കൊല്ലത്തെ കോഴ്സും കഴിഞ്ഞു, 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റും കഴിഞ്ഞു. അവൾക്ക് PR കിട്ടിയില്ല. വളരെയധികം വിഷമത്തിലാണ് അവൾ. വീണ്ടും എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. 6 മാസമായി അവൾ PR ഇല്ലാതെ തിരിച്ചു പോരേണ്ട അവസ്ഥയിൽ ടിക്കറ്റ് എടുത്ത് പോരാനുള്ള അവസ്ഥകളൊക്കെ ആയി. അവളൊരു പുതിയ കോഴ്സിന് അപേക്ഷിച്ചിട്ട് 6 മാസമായി. അതിനും ഒരു മറുപടി കിട്ടിയില്ല.
അങ്ങനെ ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു കൃപാസന പത്രം കിട്ടി. ഞാൻ ആ പത്രം വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി എന്നെ വാതിലടച്ചിട്ട് വായിക്കുകയാണ് 7 മണി നേരത്ത്. ഞാൻ ഈ പത്രത്തിലെ സാക്ഷ്യങ്ങൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടേ ഇന്ന് ഞാൻ കിടക്കുകയുള്ളൂ. അതിക്ക് മുമ്പ് അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു വഴി എൻ്റെ മകൾക്ക് തുറന്നു കൊടുക്കണം അവിടെ നിൽക്കാനായിട്ട് എന്ന് കണ്ണുനീരോടുകൂടി മുട്ടുമ്പോൾ നിന്ന് ഞാൻ ആ മുറി അടച്ചിട്ടിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു. 5ാമത്തെ സാക്ഷ്യം വായിച്ച് തീരുന്ന മുമ്പേ എൻ്റെ മോളുടെ രാത്രി 7:30 മണിയായിട്ടുണ്ട് ഒരു ഫോൺ വരാണ്. അപ്പോൾ ഞാൻ എന്താണാവും മാതാവി അവൾ ഈ നേരത്ത് വിളിക്കണേന്ന് വെച്ചു. അവൾ പറയാണ് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവൾ പറയാണ്, അമ്മേ എനിക്ക് 2 കൊല്ലത്തെ കോഴ്സിന് അനുവദിച്ച് കിട്ടിയെന്നുള്ള മെയിൽ വന്നേക്കണ്. അപ്പോൾ ഇത് അമ്മ തന്നെ ഇടപെട്ടതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞു മാതാവിനെ കണ്ട്. എൻ്റെ മോള് ഇനി കാനഡയിൽ നിന്ന് വരുമ്പോൾ നേരിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോലും കയറ്റാണ്ട് അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുള്ളൂ. ഇന്ന് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരിട്ടാണ് ഈ കുട്ടീനെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് ഇടപെടുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിഞ്ഞും മാതാവിനോട് കടപ്പെട്ടിരിക്കും. എന്നെ സാധിക്കുന്ന കാലം വരെ മാതാവിനോടുള്ള പ്രേക്ഷിത വേലകളും കാരുണ്യ പ്രവർത്തികളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയ പ്രവർത്തികൾ ഞാൻ എല്ലാ മാസവും സാധിക്കുമ്പോഴൊക്കെ ഓർഫനേജുകളിൽ പോയി എന്നാൽ കഴിയുന്നതൊക്കെ അവർക്ക് കൊടുക്കും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി പൊതിച്ചോറായി ഞാൻ ഹൈവേ കൂടെ നടക്കും. ആരൊക്കെ വഴിയിൽ കാണുന്നു അവർക്കൊക്കെ എൻ്റെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചോറൊക്കെ എടുക്കും. അവർക്കൊക്കെ ഓരോ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ കൈ നീട്ടുന്നവർക്കൊക്കെ ഞാൻ എന്നെ കഴിയുന്നതൊക്കെ കൊടുക്കും. പിന്നെ പള്ളികളിൽ പോകും, എല്ലാ വഴിയിലും മാർക്കറ്റിലും സ്റ്റാൻഡിലൊക്കെ ഞാൻ പ്രവർത്തനം പോലെ മാതാവിൻ്റെ പത്രം കൊടുക്കും. സാധിക്കുന്നവരോടൊക്കെ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറയും. പിന്നെ എല്ലാ ദിവസവും കുർബാന മുടക്കില്ല, പ്രാർത്ഥന മുടക്കില്ല. 2-3 കൊന്തിയൊക്കെ ചെല്ലും. 1 മണിക്കൂർ ബൈബിൾ വായിക്കും. ഉടമ്പടി ധ്യാനം ഒറ്റ ദിവസവും മുടക്കില്ല. പിന്നെ എൻ്റെ മക്കളെയും അതുപോലെ തന്നെയാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. ഈ കുഞ്ഞുകുട്ടി പോലും എന്തെങ്കിലും അസുഖം വന്നാൽ പറയും, അമ്മമ്മേ കൃപാസന മാതാവിൻ്റെ ഉപ്പെടുക്ക്, അല്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുക്ക്, അത് തൊട്ടാൽ മാറും. അവളുടെ കൂട്ടുകാരികളോടും ഫ്രണ്ട്സ് എല്ലാവരോടും കൂട്ടി അതാ പറയുള്ളൂ. എന്ത് രോഗം വന്നാൽ ഇതെടുത്താൽ മാറൂടി, ഇത് പറ്റിയാൽ മാറും എന്ന് പറയും. കുട്ടികളും അതിൽ തന്നെ വളരും. കൃപാസന മാതാവിൻ്റെ കൊന്ത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾ പറയും, എനിക്ക് അതില്ലെങ്കിൽ ഒരു സുഖമില്ല അമ്മമ്മ, എൻ്റെ പത്രം അല്ല എൻ്റെ കൊന്ത എവിടെ അമ്മമ്മ, എൻ്റെ കൊന്ത കാണാണ്ടായി അവൾക്ക് ഉറക്കം വരില്ല. അങ്ങനെ കുട്ടികളെയും ഞാൻ അതിലോടുകൂടി എന്നെ വളർത്തി. ഇനി എൻ്റെ മക്കളും അതോടുകൂടി വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മോൾക്ക് കൊടുക്കാം. എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ സ്റ്റഡി പെർമിറ്റ് അപ്രൂവായി വന്നു. 256 ദിവസമാണ് അവർ പറഞ്ഞിരുന്നത് വെബ്സൈറ്റിൽ. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും വരാതായിരുന്നപ്പോൾ എനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായി. അമ്മ ഉടമ്പടി എടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അത് 256 എന്നുള്ളത് 6 മാസം എന്ന് തികഞ്ഞു അന്ന് മാതാവ് വെറും 182 ദിവസമായി കുറച്ച്. അന്ന് എൻ്റെ 6 മാസം പൂർത്തിയാവായിരുന്നു. അന്ന് തന്നെ എനിക്ക് വിസ അപ്രൂവായിട്ട് കിട്ടി. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കാനഡയിലോട്ട് അമ്മയോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഇംഗ്ലീഷ് പത്രം അയക്കണമെന്ന്. അവിടെ ഞാൻ എന്നിട്ട് പള്ളിയിൽ പോവും, എല്ലാ സൺഡേയും പള്ളിയിൽ പോവും. പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അവിടെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞങ്ങൾ മാതാവിനോടും ഈശോനോടും ഒരുപാട് നന്ദി പറയുന്നു.